എറണാകുളം കോട്ടുവള്ളിയിൽ വട്ടിപ്പലിശക്കാരിയായ അയൽവാസിയിൽ നിന്നുണ്ടായ ഭീഷണിയെ തുടർന്ന് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാവിലെ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആശാ ബെന്നിയുടെ പോസ്റ്റ്മോർട്ടം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വീടിന് സമീപത്തെ പുഴയിൽ ചാടി ആശ ആത്മഹത്യ ചെയ്തത്. കടം വാങ്ങിയ 10 ലക്ഷം രൂപയ്ക്ക് പകരമായി 30 ലക്ഷത്തോളം രൂപ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ബിന്ദുവും ഭർത്താവ് പ്രദീപും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഇതിൽ മനംനൊന്താണ് ആത്മഹത്യയെന്ന് സൂചിപ്പിക്കുന്ന ആശയുടെ കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രദീപ് കുമാർ വാരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിൽ കൈക്കൂലി മേടിച്ചതിന് നടപടി നേരിട്ടയാളാണ്. നവമി ദിനേശ് വിവരങ്ങളായി ചേരുന്നു. നവമി, അതിക്രൂരമാണ്. 10 ലക്ഷം രൂപയാണ് വാങ്ങിയത്. 30 ലക്ഷം രൂപ കൊടുത്തിട്ടും വീണ്ടും ആ ഭീഷണി തുടരുക എന്ന് പറഞ്ഞാൽ, അതും ഒരു നിയമപാലകന്റെ നേതൃത്വത്തിൽ. കുടുംബം എന്താണ് പറയുന്നത്? എന്തോ വളരെ ഞെട്ടലിലാണ് കുടുംബം. ആദ്യം തന്നെ പറയട്ടെ, ഇതിനു മുൻപ് തന്നെ 2 ആഴ്ചകൾക്ക് മുൻപ് ബിന്ദു സമാനമായ രീതിയിൽ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അന്നാണ് കുടുംബം ഇക്കാര്യം അറിയുന്നത്. 10 ലക്ഷം രൂപ ഈ ബന്ധുവിൽ നിന്നും പലിശയ്ക്ക് കടം വാങ്ങി അതിനുശേഷം 30 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെയും വീണ്ടും പലിശ ആവശ്യപ്പെട്ടു. ഈ പണം വീണ്ടും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോഴാണ് കുടുംബം ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നതും. ഇവരുടെ ഈ ബിന്ദുവിൻ്റെയും ഭർത്താവിൻ്റെയും ഭീഷണിയെ തുടർന്ന് പോലീസ് ആദ്യം ഇവർ ആലുവ റൂറൽ SP പരാതി നൽകി. SP പിന്നീട് പറവൂർ പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്തു. ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി പോലീസ് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നും പാടില്ല, ഇതൊരു സിവിൽ കേസായി തന്നെ മുന്നോട്ട് പോകട്ടെ, കോടതിയെ സമീപിക്കൂ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ആ പ്രശ്നം അവസാനിച്ചു എന്നാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഇത് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യമായിരുന്നു. പോലീസിനെയൊക്കെ വിവരം അറിയിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചുവെങ്കിൽ പോലും ബിന്ദുവും ഭർത്താവും ഈ സംഭവം വിട്ടിരുന്നില്ല. വീണ്ടും ആവർത്തിച്ച് ഇവരോട് ഇക്കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. പിന്നെ ആദ്യം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ ഇങ്ങനെ പൈസ ഇല്ല, അറിയില്ല. മാനസികമായി വളരെ വിഷമത്തിലായിരുന്നു ബിന്ദു. അന്ന് വിഷമമല്ലായിരുന്നു. ഈ ഞെരപ്പൊക്കെ മുറിക്കുന്ന നേരത്തൊന്നും വിഷമം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഈ മറ്റവരിൽ നിന്നുണ്ടായ പ്രകോപനം, ഭീഷണി ഇതിന് ശേഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ വന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലേ? ഇവിടെ ഈ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ ദിവസം വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. അതിന് ശേഷമുള്ള വെള്ളത്തിൽ ചാടി. ബിന്ദുവും ഭർത്താവും മുൻപും ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് ഞങ്ങൾക്കറിയില്ല. ഞാൻ ഇവിടുത്തുകാരനല്ല, ചേന്നാമലത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ കാര്യം എപ്പോഴും അറിയാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ അറിയണം. വലിയ വേദനയിൽ തന്നെയാണ് ഇത്. അവർ കുടുംബം സംസാരിക്കുമോ എന്നറിയില്ല. അവർ വലിയൊരു വിഷമത്തിൽ കൂടിയാണ്. ഇക്കാര്യം ഇപ്പോഴാണ് ഞങ്ങൾ അറിയണത്. ഒന്നും തുറന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. വിളിക്കരുത്തി കൈവരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും അറിയണത് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. പിന്നെ ഇവരുടെ ഇപ്പം ഇങ്ങനെ ചെയ്തത് അവരുടെ ചീത്ത പറയലൊക്കെ കൂടിയിട്ട് മാനസികമായിട്ട് ഉള്ളിൽ തളർന്നു പോയി. കഴിഞ്ഞ ദിവസം രാത്രിയും ബിന്ദുവും ഭർത്താവും വന്നിവിടെ വലിയ ബഹളമുണ്ടാക്കി ഭീഷണിപ്പെടുത്തി ജീവിക്കാൻ അനുവദിക്കൂലെന്നാണ് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നത്. മക്കളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുമെന്നൊക്കെ ഓരോ പറഞ്ഞു വിളിച്ചു. ഈ പോലീസ് ഇടപെട്ട് ഇതൊരു കേസായി മുന്നോട്ട് പോകണം, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന മുന്നറിയിപ്പൊക്കെ നൽകി. പക്ഷെ അവരത് അനുസരിച്ചില്ല. ആശ വലിയ മാനസിക വിഷമത്തിലായി. എല്ലാവരും എന്നെ പറ്റിച്ച് ചേച്ചി എല്ലാവരും എന്ന് പറഞ്ഞാൽ കരഞ്ഞത്. അവള് പാവമായിരുന്നു, എല്ലാവർക്കും ഉപകാരിയായിരുന്നു. 10 ലക്ഷം രൂപയാണ് എടുത്തത്. അതിൽ കൊടുത്തു 3 ഇരട്ടിയോളം കൊടുത്തുപോയി. എന്നിട്ടും വീണ്ടും അവർ ചോദിച്ചു വരികയാണ്. എന്തായാലും വലിയ വേദന തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ആശയുടെ വിയോഗം. ഇത് ആശയുടെ ചേച്ചിയാണ്, ചേട്ടൻ്റെ കാര്യം. ഞങ്ങളുടെ കുടുംബം പോയില്ലേ, കുഞ്ഞുങ്ങളൊക്കെ. എന്തോ വളരെ ഒരു വേദനയിൽ തന്നെയാണ്
കുടുംബം ഇപ്പോൾ അപ്രതീക്ഷിതമായി ആശയുടെ വിയോഗം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആശയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആശയും കുടുംബത്തിനെയും മക്കളെ ഒക്കെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഒരു കാര്യം പോലും ഈ ബിന്ദുവും ഭർത്താവും ചെയ്തിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഇതിൽ ഇയാളെക്കുറിച്ച് വന്ന ബിന്ദുവും ഭർത്താവും ഇപ്പോൾ ഒളിവിലാണ്. ഈ വരാപ്പുഴയിൽ ശ്രീജിത്തിനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിൻ്റെ ഭാര്യയിൽ നിന്നും അന്ന് കൈക്കൂലി മേടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ബിന്ദുവിൻ്റെ ഭർത്താവ്. 2018 പറവൂർ CIയുടെ ഡ്രൈവറായിരുന്നു ഈ പ്രദീപ്. ഈ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ അന്ന് സസ്പെൻഷനിലായ വ്യക്തി കൂടിയാണ്. അപ്പോൾ വലിയ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് നമുക്ക് ഊഹിക്കാം. അപ്രതീക്ഷിതമായിട്ട് ഈ ആശയുടെ ഒരു വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് കുടുംബം. എന്തായാലും ആശയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിലുണ്ടാകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. എന്തായാലും നമ്മളിതിനു മുൻപും സമാനമായ രീതിയിൽ കേട്ടിട്ടുണ്ട്. ഈ പലിശയ്ക്ക് കടം കൊടുക്കുക, പിന്നീട് അത് എത്രമാത്രം നമ്മൾ തിരിച്ചടച്ചാൽ പോലും അവർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യവും ഇവിടെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ കുടുംബം, ഈ ബിന്ദുവും ഭർത്താവ് പ്രദീപും വന്ന് ഈ വീട്ടിലെത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരോട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല, മകനെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ഇതിനോടകം തന്നെ പ്രചരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങി പോലീസ് ഇതൊരു കോടതിയിൽ കേസായി തന്നെ മുന്നോട്ട് പോകണം, സിവിൽ കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരെയും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശം നൽകി പറഞ്ഞു വിട്ടിട്ട് പോലും ബിന്ദുവും ആശയുടെ കുടുംബത്തിനെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ പോലീസും ഇവരെ താക്കീത് ചെയ്തു, ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന്. പക്ഷേ ബിന്ദുവും ഭർത്താവും അത് ചെവിക്കൊണ്ടില്ല. വീണ്ടും ഭീഷണിപ്പെടുത്തുകയും കൂടുതൽ പലിശ വേണമെന്ന് നവമി, വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ആ വീട്ടിൽ. അവിടെ നമ്മൾ പ്രതികരണം തേടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിൽ പോലും ഈ നവമി, ഈ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ലേ വ്യക്തമായി തുക കൈമാറിയതിൽ, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത കേസിന് പോലീസിന് മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? ഈ പോലീസ് ഡ്രൈവറായിട്ടുള്ള പ്രദീപ് ഇത്തരത്തിൽ ഭീഷണിയൊക്കെ മുഴക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വാങ്ങിയ തുകയിൽ 3 ഇരട്ടി മടക്കി നൽകിയതാണ് എന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നില്ലേ കുടുംബത്തിന്? ഓക്കെ, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. വാങ്ങിയ പണം അത് 10 ലക്ഷമാണ് വാങ്ങിയത്, 30 ലക്ഷത്തിലേറെ തിരികെ കൊടുത്തു എന്നാണ് ആ യുവതി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. അത്രമാത്രം ഞെട്ടിക്കുന്ന സാഹചര്യം. വട്ടിപ്പലിശക്കാരുടെ ഭീഷണി, ആ വട്ടിപ്പലിശക്കാരിയായിട്ടുള്ള അയൽവാസിയിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ അവരുടെ ഭർത്താവ് പ്രദീപ് പോലീസുകാരനാണ്, പോലീസ് ഡ്രൈവറാണെന്നാണ് മനസ്സിലാക്കുന്നത്. നവമി, ഇയാൾ പോലീസിലെ ഡ്രൈവർ പോസ്റ്റിലാണോ? പിന്നെ ഈ നേരത്തെയും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അത്ര ക്ലീൻ അല്ല എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ മറ്റു ഉരുട്ടിക്കൊലപാതകത്തിൽ കൈക്കൂലിയൊക്കെ വാങ്ങി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിന് നടപടി നേരിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ലേ, രേഖകൾ ഉണ്ടായിരുന്നില്ലേ പണം കൈമാറിയത് സംബന്ധിച്ച്? അതല്ലാണ് എൽദോ ഇവിടെ ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നത്. ഈ ആശ ബിന്ദുവിൽ നിന്നും പണം കൈമാറിയതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ചില രേഖകൾ, ഈ പണം തിരിച്ചടച്ചതിൻ്റെ ചില രേഖകൾ മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. 10 ലക്ഷം രൂപയാണ് വാങ്ങിയത്, 30 ലക്ഷം രൂപ തിരികെ അടച്ചു എന്ന കാര്യം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോടതിയിൽ കേസുമായിട്ടൊക്കെ പോയാലും അതിൻ്റെ ഒരു തെളിവുകൾ ആവശ്യമാണ്.